കുട്ടൻ നിലവിൽ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ്. കുട്ടൻ എനിക്ക് തോന്നുന്നു പിണറായിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു. എങ്ങനെയാണ് അവസാന ഘട്ടത്തിലുള്ള ഒരു വിലയിരുത്തൽ? നമുക്കറിയാം കഴിഞ്ഞ ദിവസം സാദിഖ് അലി തങ്ങൾ അടക്കം കോൺഗ്രസിൻ അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി വി ഡി സതീശനാണെന്ന് പരസ്യമായി പറയുന്ന ഒരു നിലപാട്, ഏതൊക്കെയോ ചില അടിയൊഴുക്കുകൾ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു വിലയിരുത്തൽ? ഒരു ആത്മവിശ്വാസം കോൺഗ്രസിനും ഉണ്ട്, KPCC-ക്കും യു ഡി എഫിനും ഉണ്ട്. അതിന് അടിത്തറ എന്തെന്നുള്ളതാണ് ഇനി പരിശോധിക്കപ്പെടേണ്ടത്. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം? മാത്രമല്ല കോഴിക്കോട് കഴിഞ്ഞ തവണ 2 സീറ്റുകൾ ഒഴികെ ബാക്കിയെല്ലാം LDF-ന് ഒപ്പം അത്തരത്തിലൊരു നെറേറ്റീവ് വരുന്നുണ്ട്. കോഴിക്കോട് തിരിച്ചടി LDF-ന് ഉണ്ടാകുന്ന തരത്തിലേക്ക് വരുന്നത് വല്ല അടിസ്ഥാനം ഉണ്ടോ കുട്ട? അങ്ങനെ സിജു, നമ്മൾക്ക് ഒരു കണക്കുകൾ പെട്ടെന്ന് പരിശോധിച്ച് പോയാൽ മലബാറിലെ കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള 6 ജില്ലകളിലായി 60 മണ്ഡലങ്ങളാണുള്ളത്. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ഈ 60 മണ്ഡലങ്ങളിൽ 37 എണ്ണം LDF-നൊപ്പം നിന്നു. അതിൽ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷത്തിന്, ചരിത്ര ഭൂരിപക്ഷത്തിനാണ് LDF സ്ഥാനാർത്ഥികൾ മുഖ്യമന്ത്രി പിണറായി വിജയനും KK ശൈലജ ടീച്ചറും ഒക്കെ വിജയിച്ചത്. കേരളം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ്. അപ്പോൾ ആ 37 സീറ്റുകൾ LDF-ന്റെ കൂടെയുണ്ട്. 23 സീറ്റാണ് UDF-നുള്ളത്. അതിൽ കോൺഗ്രസിനാകെ 7 സീറ്റ് മാത്രമാണുള്ളത്. കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിന് സീറ്റിൽ 20 കൊല്ലത്തോളമായി കോൺഗ്രസിന് കോഴിക്കോട് ജില്ലയിൽ നിന്നും ഒരു MLA പോലുമില്ല. എന്നിട്ടാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ വലിയൊരു അട്ടിമറി ഉണ്ടാക്കാൻ സാധിക്കും എന്ന രീതിയിലുള്ള ഒരു ആത്മവിശ്വാസമൊക്കെ കോൺഗ്രസ് നേതാക്കൾ പ്രകടിപ്പിക്കുന്നത്. അതിന് ആധികാരികമായ അവർ പറയുന്നൊരു കാര്യം എന്നുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിനകത്തുണ്ടായ ഒരു തിരിച്ചടിയാണ്. പക്ഷേ ആ സമയത്തുണ്ടായ പ്രത്യേക ചില ധ്രുവീകരണങ്ങൾ, പ്രത്യേക ചില വിഷയങ്ങളാണ് അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചത്. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കോഴിക്കോട്, നമുക്കറിയാം, കോഴിക്കോട് കണ്ണൂർ പോലെ തന്നെ LDF-ന് വലിയ, പ്രത്യേകിച്ച് CPI-എമ്മിനൊക്കെ വലിയ ബഹുജന സ്വാധീനമുള്ള ഗ്രാമീണ നഗരമേഖലകളുള്ള സ്ഥലമാണ് കോഴിക്കോട്. മാത്രമല്ല കോഴിക്കോടുള്ള ഇപ്പോൾ കൊടുവള്ളി ആയാലും വടകര ആയാലും 2 സീറ്റുകളും കോൺഗ്രസിനല്ല ഉള്ളത്, ഘടകകക്ഷിക്കാണല്ലേ? അതാണ് അവിടെ കൊടുവള്ളി മുസ്ലിം ലീഗിനായിരുന്നു, വടകരയിൽ RMPക്കായിരുന്നു. കോൺഗ്രസിന് ഒരു സീറ്റ് പോലുമില്ല. കഴിഞ്ഞ എത്രയോ കാലങ്ങളായി സീറ്റില്ല. അവിടെ വലിയ വിഷയങ്ങൾ, ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടായാലും നേരത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ നേതാക്കൾ തമ്മിൽ, ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളൊക്കെ തമ്മിൽ പരസ്യമായ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ വന്നൊരു കേന്ദ്രം കൂടിയാണ്. അവിടെയാണ് കോൺഗ്രസ് ഇത്തരമൊരു അമിത ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഈ റിസൾട്ട് വരാൻ ഇനി എത്ര സമയമുള്ള റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാം എന്താകും എന്നുള്ള കാര്യം. പക്ഷേ ആ ഒരു അമിത ആത്മവിശ്വാസത്തിൻ്റെ ബലത്തിലാണ് കേരളത്തിൽ മുഴുവൻ വിജയിക്കുമെന്ന തരത്തിലേക്കുള്ള UDF-ന്റെ ഒരു പ്രതീക്ഷ. പക്ഷേ LDF ആണെങ്കിൽ വളരെ കൃത്യമായ കണക്കുകൾ സഹിതം വളരെ തീർച്ചയായും ശരി. PV കുട്ട, ശരി.